പിന്നെ പിന്നൊക്കെ ഏതാ മാസം എന്നറിയോ? രജബ്. ആ, റജബ് മാസാണല്ലേ. റജബ് മാസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അടുത്ത് പോയത്. അള്ളാഹു സമ്മാനം 5 നേരം നിസ്കാരം കൊടുത്ത്. മാഷാ അല്ലാ, അതൊക്കെ അറിയാലേ. ആ, കഥ കേട്ടിട്ടുണ്ട്. അതല്ലേ സ്കൂളിൽ നിന്നാവൂലേ. ആ, റജബ് മാസത്തിന്റെ പ്രത്യേകതയാണ് നബി തങ്ങള് 7ാം ആകാശം കടന്നു പോയില്ലേ. അള്ളാഹുവിന്റെ അടുത്ത് പോയി അള്ളാഹുവിനെ കണ്ട് അള്ളാഹു ഗിഫ്റ്റായിട്ട് എന്താണ് കൊടുത്തത്? 5 നേരം നിസ്കാരം. 5 നേരത്തെ നിസ്കാരം നബി തങ്ങൾക്ക് അള്ളാഹു ഗിഫ്റ്റായിട്ട് കൊടുത്തു. ആദ്യം കൊടുത്തത് 50 വക്ത് നിസ്കാരമായിരുന്നു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞ് എന്റെ മുഅ്മിനീങ്ങൾക്ക് 50 വക്ത് നിസ്കാരങ്ങളൊന്നും നിർവഹിക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ അള്ളാഹു കുറച്ച് കൊടുത്തിട്ടാണ്, അങ്ങനെ കുറേ പ്രാവശ്യം അങ്ങനെ കുറച്ച് കൊടുത്തിട്ടാണ് അവസാനം 5 വക്ത് നിസ്കാരാക്കി തന്നത്. അള്ളാഹു നബിക്ക് കൊടുത്ത ഗിഫ്റ്റ് നമുക്ക് നൽകി. അപ്പൊ നമ്മളത് 5 വക്ത് നിസ്കാരം നമ്മള് എന്നും നിസ്കരിക്കണം അല്ലെ. എന്നെങ്കിലാണ് നമ്മള് നല്ല മുസ്ലിങ്ങളാവുള്ളൂ അല്ലേ. അപ്പൊ നബി തങ്ങളെ ഗിഫ്റ്റ് നമുക്ക് തന്നേന് നമ്മളെ ഗിഫ്റ്റ് നബി തങ്ങൾക്കും കൊടുക്കണം. അതാണ് നിസ്കാരം. അതന്നെ. അപ്പൊ 5 വക്ത് നിസ്കാരങ്ങൾ ഏതൊക്കെയാന്ന് അറിയാം നിനക്ക് എന്ന് പറഞ്ഞേ? ളുഹർ, അസർ, മഗ്രിബ്, ഇശാഹ്, സുബ്ഹി. മാഷാ അല്ലാ, നിസ്കാരങ്ങൾ വേറൊക്കെ അറിയാലോ അല്ലേ. അപ്പൊ നമ്മളിതൊരു പാട്ട് പഠിച്ചില്ല, റജബിന്റെ ഒരു പാട്ട് പഠിച്ചിട്ടുണ്ടല്ലോ, പാടട്ടെ? ഒരുമിച്ച് പാടാം. റജബ് എന്നൊരു മാസത്തിൽ പുണ്യമേറും ദിവസത്തിൽ ബുറാഖുമായി വന്നല്ലോ ജിബ്രീൽ എന്നൊരു മാലാഖ. മുത്ത് റസൂൽ നബി പോയല്ലോ, 7 ആകാശം കടന്നല്ലോ. അല്ലാഹ് കൊടുത്തൊരു സമ്മാനം 5 നേരം നിസ്കാരം. ളുഹർ, അസർ, മഗ്രിബ്, ഇശാഹ്, സുബ്ഹി. മാഷാ അല്ലാ, വെരി ഗുഡ് ഗേൾ.